गठित हो, उचित जांच हो और इनको जो है 25 लाख रुपए के जो है मुआवजा പ്രതികരണത്തിലേക്ക് മൃതദേഹം ഏറ്റെടുക്കില്ല, നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപ വേണം എന്നാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. मेरे भाई को जो है यहाँ पे भीड़ द्वारा जो है पीटा गया है, तो जो भीड़ द्वारा पीटा जो धारा है मॉब लिंचिंग का, वो केस दर्ज होना चाहिए और जो तहसील 25 ലക്ഷം രൂപ മതിയോ ഈ മനുഷ്യൻ്റെ കുടുംബത്തിന്? ആ കുട്ടികളുടെയൊക്കെ ഒന്ന് കണ്ടു നോക്കി. 2 കുട്ടികൾ, ഭാര്യ, അവർ കരയാണ്. ഒന്നുമില്ല, കാര്യം ഒരു പാവപ്പെട്ടവരാണ്. ഞാൻ വേറൊന്നും പറയാനുള്ള, പല ജാതിയും മതമൊക്കെ പറയേണ്ടത് ഒന്നും മനുഷ്യനല്ലേ അവർ. ഒരു കൂട്ടം ആൾക്കാർ കൂട്ടം കൂടി ഇന്ന് സംസാരിക്കാൻ ഭാഷ പോലും അറിയാത്ത ആളാണ്, തല്ലിയിട്ട് അയാളുടെ എല്ല് വരും പുറത്തുനിന്ന്. അയാൾക്ക് എവിടെയൊക്കെ മുറിവ് പറ്റിയെന്ന് ഡോക്ടർ പോലും പറയുമ്പോൾ നമുക്കുണ്ടായ അവസ്ഥ, ഒരു ഇറ്റ് വെള്ളം പോലും കൊടുക്കാണ്ട് ആ ജീവൻ കളഞ്ഞ നരഭോജി ഇവർക്കൊക്കെ എങ്ങനെ കഴിയും? ഇവരൊന്നും മനുഷ്യന്മാരല്ല. ഇവരൊക്കെ 25 ലക്ഷം മാത്രം കൊടുത്താൽ മതിയോ? അഥവാ കൊടുത്താൽ അതിന് പൊതു ഖജനാവിൽ അല്ല, ഇവരുടെ ഓരോരുത്തരുടെയും മുതലിൽ നിന്ന് വിറ്റ് പെറുക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഒരു പണിയെടുപ്പിച്ച് കൊടുക്കണം. ഈ 5 പേരും മാത്രമല്ല, ഒരുപാട് ആൾക്കാർ അറിയാം. ഇതുപോലെ സംഭവങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ പല സ്ഥലത്തും നടക്കാറുണ്ട്. ഇതുപോലെ ഒരു തല്ലുണ്ടാകുന്ന സമയത്ത് ഒരാൾ തല്ലിയിട്ട് ഓടി, ചേട്ടാ എന്തിനാണ് നിങ്ങൾ തല്ലിയത്, എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വേറെ പറയാം, എനിക്കറിയില്ല, എല്ലാവരും തല്ലണുണ്ടു, ഞാൻ തല്ലി. ഇന്ന് ഓർത്തു നോക്കി, മനുഷ്യനെ തല്ല, ഒരു ജീവിയെ കൊന്ന കരയുന്ന സെലിബ്രിറ്റികളടക്കം പറയാറുണ്ട് ജീവികളെ കൊന്ന. പക്ഷേ ഇവിടെ ഒരു മനുഷ്യനെ കൊന്ന ഒരാൾ സംസാരിക്കുക, കാര്യം അവൻ്റെ മതം നോക്കണം, അവൻ്റെ ജാതി നോക്കണം, അവൻ ആരാന്ന് നോക്കണം. അതാണ് അവസ്ഥ. മനുഷ്യനൊരു വിലയില്ല. ഇവർക്ക് എന്താ കൊടുക്കേണ്ടത് നമ്മൾ പറയുന്നത്? ഇവർ കനത്ത ശിക്ഷ. ഇവരൊന്നും ലോകം ഇനി കാണരുത്. ഇവനെ ആ മരിച്ച പെടഞ്ഞുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ എത്ര സഹോദരന്മാർ അന്യ സംസ്ഥാനങ്ങളിൽ ദേശങ്ങളിൽ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് ഈ അവസ്ഥ വന്നാൽ നിങ്ങളാരും, ഞാനോ നിങ്ങളോ സഹിക്കോ? പൊതുവേ നമ്മുടെ മലയാളികൾക്ക് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഭായിമാരോട് അല്ലെങ്കിൽ ബംഗാളികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് വളരെ ഒരു മോശമായ ഒരു കൂട്ടം ആൾക്കാർക്ക് കേട്ടോ. അവർ മനുഷ്യന്മാരാണ്, ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പല ആൾക്കാരും ഇതുപോലെ വിദേശത്ത് പോകുന്നുണ്ട്. അവരോട് ഇങ്ങനെ പെരുമാറിയ നിങ്ങൾ സഹിക്കില്ല. വളരെ മോശമാണിത്. ഒരാളെ കൊല്ലാൻ വരെ മടിക്കാത്ത മനസ്സ് രാക്ഷസന്മാർ, അവർ ശിക്ഷിച്ചേ പറ്റൂ, കനത്ത ശിക്ഷ കൊടുക്കണം.